ഉത്തർപ്രദേശിലെ ഗാസിയാബാദിൽ അയൽക്കാരനൊരു 15-കാരിയെ കെട്ടിടത്തിന് മുകളിൽ നിന്ന് തള്ളിയിട്ട് കൊലപ്പെടുത്തിയിരിക്കുന്നു. പെൺകുട്ടി വിവാഹ വാഗ്ദാനം നിരസിച്ചതാണ് കൊലപാതക കാരണമെന്നാണ് പുറത്തുവരുന്ന വിവരം. ഒരു 15 വയസ്സ് മാത്രം പ്രായമുള്ള പെൺകുട്ടിയോടാണ് ഇത്തരമൊരു ക്രൂരതയുണ്ടായിരിക്കുന്നത് എന്നോർക്കണം. എന്താകും യഥാർത്ഥത്തിൽ അവിടെ സംഭവിച്ചിട്ടുണ്ടാവുക എന്ന് നമുക്കൊന്ന് നോക്കാം. ഗാസിയാബാദിലെ കൌശാംബി എന്ന സ്ഥലത്തെ ഒരു കെട്ടിടത്തിന്റെ 4ാം നിലയിൽ നിന്ന് 15-കാരിയായ പെൺകുട്ടിയെ തള്ളിയിട്ട് കൊലപ്പെടുത്തിയെന്നാണ് പുറത്തുവരുന്ന വിവരം. പ്രതിയായ ഷാനവാസ് എന്ന യുവാവിനെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. പെൺകുട്ടിയുടെ അമ്മ വ്യക്തമാക്കുന്നതനുസരിച്ച് 3 മാസത്തോളമായി യുവാവ് പെൺകുട്ടിയെ പിന്തുടരുകയായിരുന്നു. അതിനിടെ പലതവണ ഇയാൾ ഈ പെൺകുട്ടിയെ ആക്രമിക്കാൻ ശ്രമിക്കുകയും കൂടാതെ വിവാഹ വാഗ്ദാനം നൽകുകയും ഒക്കെ ചെയ്തിരുന്നു. ഇതൊക്കെ ഈ 15-കാരി നിരസിച്ചതോടെയാണ് സംഭവം ഒരു കൊലപാതകത്തിലേക്ക് എത്തിയത്. കഴിഞ്ഞ ദിവസം പാൽ വാങ്ങാനായി പുറത്തേക്ക് പോയതായിരുന്നു ഈ 15-കാരി. കടയിൽ പോയി തിരിച്ചു വരുന്ന വഴി ഈ 30-കാരനായ പ്രതി പെൺകുട്ടിയെ ബലമായി പിടികൂടി അയാളുടെ മുറിയിലേക്ക് വലിച്ചിഴച്ച് കൊണ്ടുപോവുകയായിരുന്നു. പിന്നീട് അയാൾ അതേ കെട്ടിടത്തിന്റെ 4ാം നിലയിൽ നിന്നും പെൺകുട്ടിയെ താഴേക്ക് തള്ളിയിട്ടു. ഒരു പെൺകുട്ടി വഴിയിൽ വീണ് കിടക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ട നാട്ടുകാരാണ് സംഭവം കുട്ടിയുടെ അമ്മയെ അറിയിക്കുന്നതും പിന്നീട് പോലീസിലേക്ക് ഈ വിവരമെത്തുന്നതും. വിവരമറിഞ്ഞ അമ്മ സംഭവസ്ഥലത്തേക്ക് എത്തുമ്പോഴേക്ക് പെൺകുട്ടിയെ നാട്ടുകാർ ചേർന്ന് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. പെൺകുട്ടി ലൈംഗികമായി ആക്രമിക്കപ്പെട്ടിരുന്നോ എന്നതടക്കം ഇപ്പോൾ പോലീസ് പരിശോധിക്കുകയാണ്. കുട്ടിയെ കെട്ടിടത്തിന് മുകളിൽ നിന്ന് ഇയാൾ തള്ളിയിടുമ്പോൾ പരിസരത്ത് ആരുമില്ലായിരുന്നു എന്നതും അന്വേഷണത്തിൽ പോലീസിന് പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട്. ദൃക്സാക്ഷികളില്ലാത്തതിനാൽ കൂടുതൽ തെളിവുകൾ കണ്ടെത്തുന്നതിലേക്ക് പോലീസിന്റെ അന്വേഷണം ഇപ്പോൾ നീങ്ങുകയാണ്. 3 മാസം മുൻപ് പിതാവ് മരിച്ചതിനെ തുടർന്നാണ് ഈ പെൺകുട്ടി സമീപത്തെ റെസിഡൻഷ്യൽ ഏരിയകളിൽ വീട്ടുജോലിക്കായി പോകാൻ തുടങ്ങിയത്. പെൺകുട്ടിയുടെ വീട്ടിൽ നിന്ന് കഷ്ടിച്ച് 500 മീറ്റർ മാത്രം മാറിയായിരുന്നു ഈ പ്രതി താമസിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ പെൺകുട്ടി വീട്ടിൽ നിന്ന് പുറത്തു പോകുന്നതും തിരികെ വരുന്നതുമൊക്കെ ഇയാൾക്ക് കൃത്യമായി അറിയാൻ സാധിക്കുമായിരുന്നു. ഇതൊക്കെ ഇയാൾ നിരന്തരം നിരീക്ഷിച്ചിരുന്നത് കൊണ്ട് തന്നെ പെൺകുട്ടി ഇയാളിൽ നിന്ന് അധികവും അതിക്രമങ്ങൾ നേരിടേണ്ടി വന്നിരുന്നുവെന്നാണ് അവളുടെ അമ്മ പോലീസിനോട് വ്യക്തമാക്കിയിരിക്കുന്നത്. 15 जुलाई 2026 को रात्रि करीब 11 बजे थाना कौशाम्बी को जरिए 112 सूचना प्राप्त होती है कि गोवापुर गांव में चौथी मंजिल से गिरकर बच्ची को चोट लगी। सूचना पर थाना फोर्स तत्काल मौके पहुंचती है। उपचार तो बच्ची को जीटी अस्पताल भर्ती कराया जाता है, जहां इलाज के दौरान उसकी मृत्यु हो जाती है। परिवारजनों द्वारा बताया जाता है कि गोवापुर के रहने वाले एक युवक द्वारा बच्ची को छत से धक्का दिया गया। इस सूचना पर थाना कौशाम्बी पर तत्काल संगत धारा में अभियोग पंजीकृत कर दिया गया है। अभियुक्त को गिरफ्तार कर लिया गया है। संपूर्ण घटनाक्रम में गहनता से जांच पड़ताल की जा रही है। इस संबंध में अग्रिम वैधानिक कार्रवाई की जाए. പ്രതിയായ ഷാനവാസിന്റെ അതിക്രമങ്ങളോടൊക്കെ പെൺകുട്ടി ശക്തമായി പ്രതികരിച്ചിരുന്നത് കൊണ്ട് തന്നെ അയാൾക്ക് പെൺകുട്ടിയോട് പകയുണ്ടായിരുന്നുവെന്നും അമ്മ പോലീസിന് നൽകിയ പരാതിയിൽ പറയുന്നുണ്ട്. ഈ സംഭവങ്ങൾക്ക് ശേഷം പെൺകുട്ടിക്ക് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പോലും ഭയമുണ്ടായിരുന്നതായും അവർ വ്യക്തമാക്കുന്നുണ്ട്. പരാതി നൽകിയാൽ കാര്യങ്ങൾ കൂടുതൽ വഷളാകുമെന്നും പ്രതി അതിക്രമിക്കുമെന്നും ഭയന്നാണ് പോലീസിൽ പരാതി നൽകാതിരുന്നതെന്നും അവർ പറയുന്നുണ്ട്. നിലവിൽ BNS സെക്ഷൻ 109, 115 എന്നീ വകുപ്പുകൾ പ്രകാരമാണ് FIR ഫയൽ ചെയ്തിട്ടുള്ളത്. കൂടുതൽ അതിക്രമം പെൺകുട്ടി നേരിടേണ്ടി വന്നിരുന്നോ, ഇതിൽ പ്രതിയെ മറ്റാരെങ്കിലും സഹായിച്ചിരുന്നോ എന്നതിലടക്കം ഇപ്പോൾ അന്വേഷണം പുരോഗമിക്കുകയാണ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.